കണ്ണൂരിലെ IIT-ക്കകത്ത് വലിയ സംഘർഷം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിരിക്കുകയാണ്. SFIയും KSUവും തമ്മിലാണ് സംഘർഷം. അത് ITIയിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. അവിടെ പോലീസ് ലാത്തി വീശുകയും വിദ്യാർത്ഥികളെ അടിക്കുകയും ചെയ്തു. സുനിൽ ഐസക് തുടർന്നു. സുനിൽ, എന്താണ് ഈ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം? ഈ സംഘടനാ പ്രവർത്തനത്തിൽ ജനാധിപത്യം അംഗീകരിക്കില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളെ സമ്മതിക്കില്ല പോലെയുള്ള പ്രശ്നങ്ങളാണോ അതിന്റെ ബേസ്, മൗലിക കാരണം അതാണോ? നോക്കൂ, ഒരു KSU പ്രവർത്തകനെ ക്രൂരമായി അധ്യാപകരുടെ മുമ്പിൽ വെച്ച് അടിച്ചു വീഴ്ത്തി നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു. ഞങ്ങളിതിന് ദൃക്സാക്ഷികളാണ്. ആ കുട്ടിയെ ഇപ്പോ ഒടുവിൽ പോലീസ് പോലുമല്ല, പുറത്തുനിന്നുള്ള KSU പ്രവർത്തകരെത്തി ആ കുട്ടിയെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ്. ആ കുട്ടിയെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചുറ്റും നിന്ന് SFI പ്രവർത്തകർ കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും സങ്കടകരമായ, ഏറ്റവും ദുഃഖകരമായ ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഈ ITIയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമേൽ ആ വലിയ തോതിലുള്ള ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോഴും തൂക്കി വിളിച്ച് ആ SFI പ്രവർത്തകർ ഇവിടെ നിന്ന് ഇതാവുകയാണ്. അതായത് പോലീസ് ഒരു കുട്ടികളെ അവിടെ നിന്ന്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, കുട്ടികളെ പോലീസ് അവിടെ നിന്ന് പുറത്തേക്ക് കുറെ കുട്ടികളെ പുറത്തേക്കും കുറെ കുട്ടികളെ ഉള്ളിലേക്ക് കയറ്റിയിരുന്നു. ആ ഉള്ളിലേക്ക് കയറ്റിയ കുട്ടികൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു KSUവിന്റെ പ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രവർത്തകനെ അധ്യാപകരുടെ മുന്നിലിട്ട് ചവിട്ടി വീഴ്ത്തുകയാണ് ചെയ്തത്. ഞാൻ അതിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു അധ്യാപിക, ആ ദൃശ്യം ഞാൻ അയച്ചിട്ടുണ്ട്, ആ ദൃശ്യം പകർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു അധ്യാപിക കൈകൊണ്ട് തടഞ്ഞ് ദൃശ്യങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ മാറ്റി വിടുകയായിരുന്നു. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ആ കുട്ടി അടികൊണ്ട് മർദ്ദനമേറ്റ് അവശനായി ഈ കോളേജ് ക്യാമ്പസിന്റെ തിണ്ണയിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ ആ കുട്ടിയെ കൊണ്ട് ഇപ്പോ ആശുപത്രിയിലേക്ക് പോകുന്നത് ഇപ്പോഴാണ്. ആ കുട്ടി അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആർത്ത് കൈകൊട്ടി ചിരിക്കുന്ന തൂക്കി വിളിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. നമുക്ക് ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഘട്ടം മുതൽ മുഴുവൻ ഘട്ടങ്ങളിലും നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കൃത്യമായി ഇവിടെ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി പങ്കുവയ്ക്കുകയാണെങ്കിൽ ഈ SFI പ്രവർത്തകർ KSU നേതാക്കളെ തടഞ്ഞത് മുതലാണ് ഈ സംഘർഷങ്ങൾക്ക് തുടക്കമെന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാം. എന്തായാലും ഇവിടെ റിബിനെ കൊണ്ടുപോയത് യൂണിവേഴ്സിന്റെ എന്താണ് റിബിൻ ചെയ്തത്? ക്യാമ്പസിൽ ജനാധിപത്യം കൊണ്ടുവന്നതിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായി റിബിൻ ആക്രമിക്കപ്പെട്ടത്. നിങ്ങൾ കണ്ടില്ലേ? ഈ രംഗത്ത് നിന്ന് അവന് വായിൽ നിന്ന് പത വരികയാണ്. ആ പത വേണ്ട സമയത്ത് ഈ നരഭോജികൾ എത്ര വട്ടം അവനെ മർദ്ദിച്ചിട്ടുണ്ടാവും. ഈ നരഭോജികൾ, ഈ തെമ്മാടി വർഗ്ഗങ്ങൾ, ഈ നാടിന് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത ഈ തെമ്മാടി വർഗ്ഗങ്ങൾ എത്ര പ്രാവശ്യം റിബിനെ മർദ്ദിച്ചിട്ടുണ്ടാവും. ഇതേപോലെയാണ് ഈ ക്യാമ്പസിലെ സകല വിദ്യാർത്ഥികളെയും മർദ്ദിച്ചുകൊണ്ട് ഈ ക്യാമ്പസിലെ SFIക്കാർ മുന്നോട്ട് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് പോയി ആ യൂണിയൻ റൂം എന്ന് ഇവർ പറയുന്ന ആ റൂം ഈ ക്യാമ്പസിലെ ഇടി റൂമാണ്. അവിടെയാണ് KSUക്കാരും മറ്റു വിദ്യാർത്ഥികളും ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇത് ഞങ്ങൾ വിടില്ല. ഈ ജനാധിപത്യ സംസ്ഥാനത്തെ ഒരു തരത്തിൽ ഞങ്ങൾ വിടില്ല. ഇനിയും ശക്തമായ സമരമായിക്കൊണ്ട് ഈ ക്യാമ്പസിൽ KSU മത്സരിക്കുന്ന പാനലിലൂടെ ഈ ക്യാമ്പസിൽ ജനാധിപത്യം വീണ്ടെടുക്കുന്ന സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുഹമ്മദ് റബീൻ യൂണിറ്റ് പ്രസിഡന്റാണ്. ക്യാമ്പസ് കുട്ടികളെ ഇനിയും ക്രൂരമായി കണ്ടല്ലേ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളൊരു കാര്യം, ഒരു വിദ്യാർത്ഥിയെ ഇത്രയും ക്രൂരമായി ആക്രമിക്കാൻ എന്ത് തെറ്റാണ് ഈ KSUക്കാർ ചെയ്തത്? ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ? ആ സ്ഥാപനത്തിനകത്ത് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് ദാഠ്യമാണ്! SFIയുടെ സെക്രട്ടറി ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അടിക്ക് അവൻ പറയാ, അടിക്ക് അവനാരാ SFI സെക്രട്ടറി അടിക്കെന്ന് പറയാ. അവനാരാ? ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവകാശമില്ലേ? ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും SFI നിങ്ങൾ വളർന്നിട്ടില്ല. റിബിനെ നിങ്ങൾ ആക്രമിച്ചോ. ഈ റിബിനെ ആക്രമിച്ചതിന് 100 ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. ഇവിടെ ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് നടക്കും. ഞങ്ങൾ പുൽപ്പാലിലും മത്സരിക്കാൻ നിൽക്കുക. നിങ്ങൾക്കെതിരെയുള്ള വിദ്യാർത്ഥി വികാരം ഈ ക്യാമ്പസിനകത്തുള്ള തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. എത്ര കാലം നിങ്ങളിങ്ങനെ ഏകാധിപത്യ കോട്ടകളായി നിങ്ങൾ ഇത് മാറ്റും. നിങ്ങൾക്ക് കഴിയില്ല. ഇത് പൊളിക്കും. ഈ കോട്ട പൊളിച്ച് ജനാധിപത്യത്തിന്റെ സംരക്ഷണ കോട്ടയായി ഈ ഗവൺമെന്റ് ITIയെ ഞങ്ങൾ മാറ്റും. ആ പോരാട്ടം തുടരും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ മീഡിയക്കാർ വരുന്ന സമയത്ത് ഞങ്ങളെ കണ്ടതാണ്.
ഞങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് വന്ന സമയത്ത് ഞങ്ങളെ ചെയ്തു വെച്ചാണ് SFI നേതാക്കന്മാരടക്കുന്ന സമയത്ത് ഈ പ്രവർത്തനം വിടുക, ക്രൂരമായി മർദ്ദിക്കുക, പടിവെച്ചുകൊണ്ടും ഇടിക്കട്ട വെച്ചുകൊണ്ടും മർദ്ദിക്കുക, എന്നിട്ട് പറയും ഞങ്ങളാണ് ജനാധിപത്യ സംരക്ഷകർ. ഞങ്ങൾക്ക് KSUവിന് ഒറ്റ സ്റ്റേറ്റ്മെന്റേ പറയാനുള്ളൂ, നിങ്ങൾ എത്ര തല്ലിയാലും എത്ര കൊല്ലാൻ നോക്കിയാലും ഈ ക്യാമ്പസിൽ KSU ജനാധിപത്യം പുലർന്ന പ്രവർത്തനമായി മുന്നോട്ട് പോകും. അതിൽ ഞങ്ങൾ രക്തം വീണാലും ഞങ്ങളെ ശരീരം ഇടവിണാലും ഞങ്ങൾ മരണപ്പെട്ടു പോയാലും SFIക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഈ ക്യാമ്പസിൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ട് ഈ ക്യാമ്പസിന്റെ ആ കാണുന്ന മുകളിൽ വെച്ചുകൊണ്ട് KSUവിന്റെ നീലക്കൊടി പാർപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിഷാദ്, KSUവിന്റെ നേതാക്കളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവിടെ പഠിക്കുന്ന SFIയുടെ KSUവിന്റെ ഇവിടുത്തെ പ്രവർത്തകരായ വിദ്യാർത്ഥികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കുട്ടികൾ എന്താ സംഭവിച്ചത് ശരിക്കും? 34 വർഷത്തിന് ശേഷം കഴിഞ്ഞ 2 മാസത്തിന് മുൻപാണ് KSUയുടെ യൂണിറ്റ് ആരംഭിച്ചത്. യൂണിറ്റ് ആരംഭിച്ച ആദ്യ നാളിൽ തന്നെ ഇവ യൂണിറ്റ് വൈസ് പ്രസിഡന്റാണ് ദേവകുമാർ. ഈ ദേവകുമാറിനെ തല ഇവിടെ ക്യാമ്പസിന്റെ ഉള്ളിൽ വെച്ച് SFIയുടെ 4 പേർ പോലീസ് FIR ഇട്ട് റിമാൻഡിൽ കഴിഞ്ഞവരാ. അതിനുശേഷം ഇതേ SFIക്കാർ വന്ന് ഇവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളെയും മറ്റുള്ളവരെയും അധ്യാപകരെ അടക്കം മോശമായ രീതിയിൽ കേട്ടാൽ അറപ്പുള്ള ഭാഷയിൽ ചീത്ത വിളിക്കും. എന്നിട്ടും ഇവിടെ ഒരു പ്രിൻസിപ്പാളുണ്ട്. SFI എന്തു പറയുന്നു അതനുസരിച്ച് ഇവിടെ അധ്യാപകർക്കെല്ലാം CPMന്റെ യൂണിയനിലുള്ള അധ്യാപകർ പോലും SFI എന്ന സംഘടനക്കെതിരായി നിൽക്കുമ്പോഴും ഇവിടുത്തെ പ്രിൻസിപ്പാൾ SFIക്ക് അനുകൂലമായിട്ടാണ് പഠിക്കാൻ വന്നതിന്റെ മെയിൻ കാരണം വെച്ചാൽ ഇവിടെ SFIക്കാരെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ ഒരു കാരണമില്ലാണ്ട് നിരന്തരമായി മർദ്ദിച്ച് 6 കുട്ടികളോളം പഠിപ്പിൽ നിർത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് കേട്ടിട്ടാണ് നമ്മളിവിടെ 3-4 ആൾക്കാർ കേസിന്റെ പഠിക്കാൻ വന്നത്. അപ്പോൾ അന്ന് 26 സെപ്റ്റംബർ 26 തീയതി 15 പേര് പോളിയിലും ഈ ITIയിലും 15 പേര് കൂടി ഞാൻ അടിച്ച്. അപ്പോൾ ഈ അടിക്കുന്ന സമയത്ത് വെച്ചാൽ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ പേരിൽ. ഞാൻ തെറി വിളിച്ചെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ തന്നെ വിളിച്ച്, ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവർ സ്ഥിരം ചെയ്യുന്ന കാര്യം. കുട്ടികളെ മർദ്ദിക്കും, എന്നിട്ട് പെണ്ണ് സ്വന്തം കേസ് പറഞ്ഞിട്ട് പരാതി കൊടുക്കാത്ത രീതിയിലാക്കി വെക്കുക. നിരന്തരമായ ആക്രമണം. ഈ സ്ഥിരവും എന്നോട് പറയാൻ വെച്ചാൽ നിന്റെ തലയിടെ കിടന്നൂരുള്ളൂ, നിന്നെ അടിച്ച് കൊല്ലൂ, സ്ഥിരവും ഇത് തന്നെയാണ്. നിങ്ങൾ ഇവിടുത്തെ ഭീകരാന്തരീക്ഷം കണ്ടില്ലേ? ഇവരെ എന്തോ സംഭവം പോലെയാണ്, ഒന്നുമല്ല ഇത്. നമുക്ക് ഒരൊറ്റ കാര്യം മാത്രം. SFIയുടെ ജില്ലാ പ്രസിഡന്റ് വൈഷ്ണവ് ചേരുന്നുണ്ട്. വൈഷ്ണവ്, അതിഗുരുതരമായ ആരോപണങ്ങളാണ് കണ്ണൂർ ITIയിൽ SFIക്കെതിരെ KSU ഉന്നയിക്കുന്നത്. ഒരു സോഷ്യലിസം, ജനാധിപത്യം എന്തൊക്കെ പറയുമ്പോഴും ഒരു തരത്തിലും ഒരു ജനാധിപത്യവുമില്ല, ഒരു സോഷ്യലിസവും ഈ ITIയിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. SFIക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്തിനായിരുന്നു ഇന്ന് ഈ മർദ്ദനം ഉണ്ടായത് കുട്ടികൾക്ക് നേരെ? ഒന്ന്, ഈ ITIക്കകത്ത് SFI ഒരു അക്രമം നടത്തിയിട്ടില്ല. മറ്റൊന്ന്, ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ KSUവിന് ഒരു അവകാശവുമില്ല. നിരവധിയായ വിദ്യാർത്ഥികളെ ക്യാമ്പസുകളിൽ കേരളത്തിനകത്ത് കുത്തിക്കൊലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് KSU. നമുക്ക് ITIയിലേക്ക് വരാം. ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി സംഘർഷമുണ്ടാക്കാൻ, ബോധപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസുകാരും മറ്റു കോൺഗ്രസുകാരുമെല്ലാം കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ആക്രമിക്കാനും അനാവശ്യമായി ക്യാമ്പസിൽ കയറാൻ വേണ്ടി ശ്രമം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അതാണ് നോക്കൂ വൈഷ്ണവ്, ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിന്ന് SFIയുടെ ഒരു പ്രവർത്തകൻ വന്ന് അവർ നാട്ടിയ കൊടി വലിച്ചു പറിച്ചിട്ട് പോകുന്നു. നമ്മുടെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ എഴുതി കൊടുത്തു പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളുണ്ട്. അല്പസമയം മുമ്പ് അവരുടെ യൂണിറ്റ് പ്രസിഡന്റ് റിബിനെ അവിടെ ഇട്ട് വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ആ കുട്ടിയെ ഏതാണ്ട് 10 മിനിറ്റോളം അടികൊണ്ട് അവിടെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. SFIക്ക് സ്വാഭാവികമായി ഉത്തരവാദിത്തമില്ലേ ഈ കാര്യത്തിൽ? ഒന്ന് ഞാൻ ഇത് പറഞ്ഞു, ഇവിടെ ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ കുറെ നാളുകളായി KSU ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ രാവിലെ തന്നെ മാധ്യമ പ്രവർത്തകരെല്ലാം കൂട്ടി ബോധപൂർവമായി ഒരു സീൻ സൃഷ്ടിക്കുക, ഒരു ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ബോധപൂർവമായി പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. SFI ഒരു ഘട്ടത്തിലും ഒരു അക്രമത്തെയും ന്യായീകരിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന കൂട്ടരല്ല, നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ ജനാധിപത്യമില്ല ക്യാമ്പസുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിരവധിയായ ക്യാമ്പസുകൾക്കകത്ത് നിരവധിയായ വിദ്യാർത്ഥികളെ കത്തികൊണ്ടും കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് KSUക്കാർ. എത്ര SFIക്കാരുടെ പേര് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു കേരളത്തിന് ഒരു കലാലയങ്ങൾക്കകത്തും SFIയുടെ കൈകളാൽ ഒരു വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ എന്തുകൊണ്ട് KSUവിന് കൊടി ഉയർത്താൻ പറ്റുന്നില്ല, KSUവിന് യൂണിറ്റ് രൂപീകരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾ എങ്ങനെയാണ്? KSUവിന് ആളില്ലാത്ത ക്യാമ്പസാണ്. KSUവിന് പ്രവർത്തിക്കാൻ പ്രവർത്തകർ വേണ്ടേ? യൂണിറ്റ് പ്രവർത്തകർ വേണ്ടേ? അങ്ങനെ പ്രവർത്തകരില്ലാത്തടുത്ത് SFIക്കാരുടെ സ്വാധീനമുള്ള ക്യാമ്പസാണ് എന്ന് കരുതി ഞങ്ങൾ KSUക്കാരെ ആളെ റിക്രൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് നടക്കുന്ന കാര്യമാണ്? അവർ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പ്രവർത്തകരുണ്ടെങ്കിൽ പ്രവർത്തിച്ചോട്ടെ, തർക്കം എന്താ? ഇവിടെ പുറത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, പുറത്ത് നിന്ന് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ ഇവിടെ കേന്ദ്രീകരിക്കുകയാണ് കുറെ ദിവസങ്ങളായി. ഇത് ആദ്യ സംഭവമല്ല. അന്ന് മാധ്യമപ്രവർത്തകർ ആരും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ സമാനമായ സംഭവം ഉണ്ടായി.
പോലീസുകാരെ കൂട്ടി വരുന്നു, പുറത്തു നിന്ന് അവരൊന്ന് പ്രിൻസിപ്പലിനെ വന്ന് കണ്ടാൽ എന്താണ് SFIക്ക്? പ്രിൻസിപ്പളെ കണ്ടാൽ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്തിനാണ് അവരെ തടയുന്നതാണ് പുറത്തു നിന്ന് ക്രിമിനലുകൾ കേന്ദ്രീകരിക്കുകയാണ്. ഒരു ക്യാമ്പസിനകത്ത് പുറത്തു നിന്ന് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ക്രിമിനലുകൾ കേന്ദ്രീകരിക്കുമ്പോൾ പ്രകാൻ മുണ്ടേരിയാണോ ക്രിമിനൽ, അതോ അതുലാണോ ക്രിമിനൽ? അതുലിനെയും പറഞ്ഞു അതൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. ഇവിടുന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചകളായി ഇവിടെ പുറത്തു നിന്ന് കേന്ദ്രീകരിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാരെ കേന്ദ്രീകരിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ കേന്ദ്രീകരിക്കുന്നുണ്ട്. ബോധപൂർവമായി സംഘർഷം ഉണ്ടാക്കാൻ, ഈ കലാലയമാകെ അക്രമത്തിന്റെ കൂടാരമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഈ മണ്ണിന്റെ ചരിത്രം എന്താ? ഈ ക്യാമ്പസിന്റെ ചരിത്രം എന്താ? വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിച്ച് മരിച്ച സികാവ് KC രാജേഷ് എന്ന് പറയുന്ന KC രാജേഷിന്റെ പ്രസ്ഥാനമാണ്. മണ്ണാണ് ഈ മണ്ണ്. ആ KC രാജേഷിന്റെ മണ്ണ്, അങ്ങനെ ഒരു വിദ്യാർത്ഥി നേതാവ് കൊല്ലപ്പെട്ട മണ്ണ്, അവിടെ എങ്ങനെയാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്? വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്ത ഭാഗമായിട്ട് നമ്മൾ SFIയുടെ ചരിത്രത്തെയോ അതിന്റെ പോരാട്ടങ്ങളെ ഒന്നും തിരസ്കരിക്കുന്നില്ല. അംഗീകരിച്ചുകൊണ്ടുണ്ട് ഒരു ക്യാമ്പസിനകത്തും IT-ക്കകത്ത് മാത്രമല്ല ഒരു ക്യാമ്പസിനകത്തും ജനാധിപത്യം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം SFIയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇങ്ങനെ കുറെ മാധ്യമ പ്രവർത്തകരെല്ലാം കൂട്ടി ബോധപൂർവമായി നിങ്ങൾക്ക് രാവിലെ തന്നെ വിവരം തന്ന് കുറെ ആളുകളെ കേന്ദ്രീകരിച്ച് ബോധപൂർവമായി ഒരു പ്രശ്നം ഉണ്ടാക്കി. അതെല്ലാം വലിയ വാർത്താ പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യം പലർക്കും ഉണ്ട്. ഞങ്ങൾക്കതില്ല. ഞങ്ങളെല്ലാം മറ്റ് പരിപാടികളുമായി ബന്ധപ്പെട്ട് സർവകലാശാല കേന്ദ്രീകരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ സംഘർഷം ഉണ്ടാകുന്നത്. ഞങ്ങൾ വിവരാറിഞ്ഞ് എത്തുകയാണ്. ഞാൻ എത്തിയപാടാണ്, വിവരാറിഞ്ഞ് എത്തുന്ന ഘട്ടമാണ്. അപ്പോൾ ആ നിലയിൽ ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി കുറേ നാളുകളായി ശ്രമം നടത്തുന്നുണ്ട്. അന്നൊന്നും മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ഇന്നാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ചകളായി, ദിവസങ്ങളായി ഈ ക്യാമ്പസിനകത്ത് അക്രമം ഉണ്ടാക്കാൻ KSUവും പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാരും കേന്ദ്രീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ബന്ധപ്പെട്ട പോലീസുകാരെ അറിയിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ട കോളേജിന്റെ പ്രിൻസിപ്പളെ അറിയിച്ചിട്ടുണ്ട്, മറ്റെല്ലാ ആളുകളെയും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു ജനാധിപത്യം ഇല്ലാതാക്കാനോ ആരുടെയെങ്കിലും പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനോ ഞങ്ങൾ ശ്രമിക്കുകയുമില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയവുമല്ല എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഓക്കെ, SFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വൈഷ്ണവാണ് നമ്മളോട് സംസാരിച്ചത്. വൈഷ്ണവ് പറയുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമൊന്നും ഇവിടെ നടത്തുന്നില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ഇടപെടലുകളും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. ജനാധിപത്യത്തെയൊക്കെ അംഗീകരിക്കുന്നുവെന്നാണ്. നമുക്ക് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അതുൽ ഇവിടെയുണ്ട്. അതുലിന് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഈ SFIയുടെ ഒരു വേർഷനായിരുന്നു നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. SFI പറയുന്നത് പുറത്തു നിന്ന് ക്രിമിനലുകളെ കൊണ്ടുവരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലുകളെ കൊണ്ടുവരുന്നു, ക്രിമിനലുകളുടെ ഒരു താവളമാക്കി ഈ കോളേജിനെ മാറ്റുന്നു. ഏതെങ്കിലും തരത്തിൽ KSUവിന്റെ സംഘടനാ സ്വാതന്ത്ര്യത്തെ ഒന്നും തടഞ്ഞിട്ടില്ല എന്നാണ് SFIയുടെ വാദം. ഞങ്ങൾ ക്രിമിനലോ? ചേട്ടനറിയാം, ഞാൻ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ്. ഞാനടക്കമുള്ള KSU ജില്ലാ പ്രസിഡന്റ് നേതാക്കന്മാർ ഈ ക്യാമ്പസിനകത്ത് കടന്നു വന്നത്